തീരാവുന്ന വെരി സിമ്പിൾ. ഇപ്പൊ നിങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ. ഫൈനാൻഷ്യൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നമ്മൾ മനസ്സിലാക്കാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ മതി ആ ഒരു കണക്ഷൻ കൂടുതൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേർ ആർ ലോട്ട് ഓഫ് ഹൗസ് വൈഫ് ലിറ്ററലി വർക്കിംഗ് നൈറ്റ് ആൻഡ് ഡേ ഫോർ ദം. ആഗ്രഹിക്കുന്ന ഒരേ സംഭവം ഉണ്ടാവുള്ളൂ, ഉമ്മ ഉണ്ടാക്കി ഫുഡ് നല്ല ടേസ്റ്റിംഗ് കിട്ടും, ഉമ്മ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ഇത്ര ഉഷാറാട്ടോ. ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. മക്കൾ സ്റ്റഡീസിന്റെ കാര്യത്തിൽ ബിസിയാണ്, ഹസ്ബൻഡ് വർക്കിന്റെ കാര്യത്തിൽ ബിസിയാണ്, ഒന്നും ഇല്ലാണ്ട് ആരും അറിയാണ്ട് ഒരു മൂലക്കിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു ഉമ്മ എന്ന് പറയുന്നത്. ആൻഡ് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ജോബാണ് ഹൗസ് വൈഫ് ആവാന്ന് പറയുന്നത്. പക്ഷെ ആ ഹൗസ് വൈഫ് അല്ലെങ്കിൽ വീട്ടമ്മ എന്ന് പറയുന്നത് മക്കളും ഹസ്ബൻഡും റിയലൈസ് ചെയ്യണില്ല. രാവും പകലില്ലാണ്ട് പണിയെടുക്കാം, ഫുഡ് ഉണ്ടാക്കുകയാണ്, പണിയെടുക്കുന്നുണ്ട്, വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. ഉമ്മ ഉണ്ടാക്കിയ ഫുഡ് എന്ത് ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഉമ്മാന്റെ മുഖത്തുണ്ടാകുന്ന ഒരു വിജയം. അത് നമുക്ക് പറയാൻ സമയമില്ല. സമയമുണ്ട് എപ്പോ ആ മരണപ്പെട്ടതിന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് ആ തണുത്ത ഹൃദയത്തോട് അല്ലെങ്കിൽ തണുത്ത ബോഡിയോട് വിളിച്ച് പറയാൻ നമുക്ക് സമയം ഉണ്ടാകും. എന്തുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ പ്രസന്റ് നമുക്ക് പറയാൻ പറ്റണില്ല. ഈഗോ വിൽ ഡെഫിനറ്റ്ലി പ്ലേ വിൽ. ഞാനിപ്പോ അത് പറഞ്ഞാൽ ഞാൻ ഉമ്മയെ കെട്ടിപ്പിടിച്ച് എന്തുണ്ടാവുക, ഉമ്മച്ച എന്തുണ്ടാവും, ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇറ്റ്സ് യുവർ മദർ, ഗിവ് യുവർ ലവ്. ഷീ ഈസ് ക്രേവിങ് ഫോർ ദാറ്റ്. ഒരാൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൗസ് വൈഫ് എന്ന് പറയുന്നത്. ജോലിയില്ല, രാവും പകലില്ലാണ്ട് കിച്ചൺ ആണ് ആളുടെ ലോകം എന്ന് പറയുന്നത്. ആ കിച്ചൺ എന്ന ലോകം സ്വർഗമാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ ജീവിക്കുന്ന ആ ഭർത്താവിനും അവിടെ ജീവിക്കുന്ന ആ മക്കൾക്കും മാത്രമേ പറ്റുള്ളൂ. ഉമ്മ ഉണ്ടാക്കിയ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഉമ്മ അലക്കുന്നുണ്ട്, നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ടല്ലോ, താങ്ക് യു സോ മച്ച്. വെരി സിമ്പിൾ വേർഡ്. ദാറ്റ്സ് എ ഹെവൻ ഫോർ ഹെർ.